ഞാൻ സുധീർ. 2020 അവസാന എപ്പിസോഡായതുകൊണ്ട് നമ്മൾ തുടർന്നു കൊണ്ടുവന്ന രീതികളെ ഒന്നുടച്ചുകൊണ്ട് ഒരു ചായപ്പാട്ടിലൂടെയാണ് ഓർമ്മക്കൂടിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ആരംഭിക്കുന്നത്. മഞ്ഞിൻ ആവരണത്തിൽ ചൂടുകട്ടൻ മോന്തിക്കുടിച്ചുകൊണ്ട് മരബെഞ്ചിൽ കൊട്ടിപ്പാടുന്ന സിത്താര തന്നെ സംഗീതം പകർന്ന് ആലപിച്ച ഈ ചായപ്പാട്ട് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പണ്ടെല്ലാ ദേശങ്ങളുടെയും സ്പന്ദനമായിരുന്ന നാട്ടു ചായക്കടയിലേക്കാണ്. ചുടുചായയ്ക്ക് കടിയായി വാർത്തകളും വിശേഷങ്ങളും കിട്ടിയിരുന്ന ഓർമ്മകളിലെ ചായക്കട. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ, കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ, മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നല്ലേ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. നോവു ചെമ്മരിയാടുമേഞ്ഞലഞ്ഞുളഞ്ഞ കണ്ണല്, നോവു ചെമ്മരിയാടുമേഞ്ഞലഞ്ഞുളഞ്ഞ കണ്ണല്, 100 പുഞ്ചിരി പൂവിരിഞ്ഞുണർന്നുലഞ്ഞു കണ്ടില്ലേ. മോന്തി തീരും നേരം മുന്നേ ചായ മോന്തി തീർക്കണം, മോന്തി തീരും നേരം മുന്നേ ചായ മോന്തി തീർക്കണം. എൻ്റെ നോവു നാട്ടിന്ന് കൊണ്ടുവന്ന കമ്പിളി പുതക്കണം, ജോറിലൊന്നുറങ്ങണം ഊതി തീർത്തുറങ്ങണം, ജോറിലൊന്നുറങ്ങണം ഊതി തീർത്തുറങ്ങണം. ഇങ്ങനെയൊരു ഗാനം സമ്മാനിച്ച സിത്താരയ്ക്ക് മനസ്സാ നന്ദി ചൊരിഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ പ്രധാന വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ വാർത്തകൾ 12 എപ്പിസോഡുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒട്ടേറെ വെല്ലുവിളികൾ മറികടന്നാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവേശമായി ലിങ്ക് ഷെയർ ചെയ്തും അഭിപ്രായങ്ങൾ അറിയിച്ചും മറ്റു മെമ്പേഴ്സും നമ്മോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും ഒന്നിച്ചു നിന്നപ്പോൾ നമ്മൾ വിജയ തീരത്തോട് അടുക്കുകയാണ്. 30 താഴെ മാത്രം ആക്റ്റീവ് മെമ്പേഴ്സുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇന്നത്തേതോടുകൂടി 30 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വാർത്താ അധിഷ്ഠിത പ്രോഗ്രാം ഓരോ ആഴ്ചയിലും ചെയ്യുക എന്നത് ശ്രമകരമായ കാര്യം തന്നെയാണ്. ഇതിനിടയിൽ വിമർശനങ്ങളെ എന്നും നമ്മൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ആരും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പരിചയമുള്ളവരല്ല. ചെറിയ അനുഭവ സമ്പത്ത് പോലും ആർക്കുമില്ല. എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മളെല്ലാം വെറും മാസല്ല, മരണമാസാണ്. സഹകരിക്കുന്ന എല്ലാവർക്കും ഓർമ്മക്കൂടിന്റെ സ്നേഹം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സഫ സൂപ്പർമാർക്കറ്റ്.
സാഹിത്യ കുടുംബത്തിലെ കാവ്യമാതൃത്വമായ കവിയത്രി സുഗതകുമാരി ടീച്ചർക്ക് ഓർമ്മക്കൂടിന്റെ പ്രണാമം. മലയാളിയുടെ മനസ്സ് തൊട്ടറിഞ്ഞ അമ്മയ്ക്ക് കണ്ണീരോടെ വിട. സുധീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമസ്കാരം. നമ്മുടെ പ്രിയ കവയിത്രി ശ്രീ സുഗതകുമാരി അമ്മ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ആ ധന്യജന്മത്തെക്കുറിച്ച് രണ്ടു വാക്ക്. ഒരു തൈ നടാം 100 കിളികൾക്കായി, ഒരു തൈ നടാം നാളേക്കായി, ഒരു തൈ നടാം നമുക്കായി, ഒരു തൈ നടാം വരും തലമുറകൾക്കായി എന്ന് കവിതാശകലത്തിലൂടെ പ്രകൃതി സ്നേഹം എന്തെന്ന് വിളിച്ചോതി പ്രകൃതിയുടെ തന്നെ അമ്മ ഹൃദയമായി മാറിയ കവയിത്രിയായിരുന്നു ശ്രീ സുഗതകുമാരി അമ്മ. വെറും ഒരു മൊട്ടക്കുന്ന് മാത്രമായിരുന്ന അട്ടപ്പാടി വനത്തിലെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് കൃഷ്ണവനമാക്കി മാറ്റിയതിന് പിന്നിൽ അവരുടെ അർപ്പണബോധവും പ്രകൃതി സ്നേഹം വരികളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു. ജൈവ വൈവിധ്യം നിറഞ്ഞു നിന്ന സൈലന്റ് വാലിയിൽ അണക്കെട്ട് നിർമ്മാണത്തിലൂടെ ആ ജൈവ സമ്പത്ത് എല്ലാം നഷ്ടപ്പെടുമെന്ന സാഹചര്യമുണ്ടായപ്പോൾ സമരമുഖത്ത് മുന്നിട്ടിറങ്ങാനും ആ ജൈവ സമ്പത്ത് നശിക്കാതെ നിലനിർത്തിക്കൊണ്ടുപോകുവാനും ശ്രീ സുഗതകുമാരി അമ്മയ്ക്കായി. മാനസിക രോഗമുള്ള മാനസിക വൈകല്യമുള്ള മാനവർക്കായി അഭയ എന്ന ഒരു മാനസികാരോഗ്യ കേന്ദ്രവും അഭയമില്ലാത്ത സ്ത്രീകൾക്കായി അത്താണി എന്നൊരു ഭവനവും നിർമ്മിച്ച് അതിന്റെ സാരഥ്യം വഹിക്കുവാനും ആ അമ്മയ്ക്കായി. ശ്രീ സുഗതകുമാരി അമ്മയെ പറ്റി കൂടുതലായി വിശദമായി സംസാരിക്കുന്നതിനായി മുൻ പ്രവാസിയും നാടക, കഥ, കവിത, രചന, സംവിധാന, നിരൂപണ രംഗത്ത് അതികായനുമായ ശ്രീ ബഷീർ തൃപ്പേക്കുളം എന്ന ജ്യേഷ്ഠ സഹോദരനോളം സ്നേഹമുള്ള ആ വലിയ മനുഷ്യനെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചർ അന്തരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ കേരളക്കരയാകെ വളരെ വിഷമത്തിലായി, നടുക്കത്തിലായി എന്നുള്ളതാണ് സത്യം. മലയാളമാകെ കവിതയുടെ രാത്രിമഴ പെയ്യിച്ച കവയിത്രി സുഗതകുമാരിനി ഒരു ഓർമ്മയാണ്. 86 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണത്തിലിരിക്കെയായിരുന്നു അന്ത്യം. ആറന്മുളയിലെ വഴുവേലി തറവാട്ടിൽ ഗാന്ധിയനും കവിയും കേരള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ അമരക്കാരനുമായിരുന്ന ബോധേശ്വരൻ്റെ, അതായത് കേശവപിള്ളയുടെ മകളായി 1934 ജനുവരി 22 സുഗതകുമാരി ടീച്ചർ ജനിച്ചത്. അക്കാലത്ത് പ്രശസ്ത സംസ്കൃതം പണ്ഡിതയായ VK കാർത്തിയായനി ടീച്ചറായിരുന്നു അമ്മ. തത്വശാസ്ത്രത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദമെടുത്ത ശേഷം ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ മോക്ഷം എന്ന സങ്കല്പത്തെക്കുറിച്ച് 3 വർഷം തത്വശാസ്ത്ര ഗവേഷണ പഠനം നടത്തിയെങ്കിലും പൂർത്തിയാകാതെ ഉപേക്ഷിച്ചു. കേരളത്തിൻ്റെ സ്ത്രീ വിമോചന ചിന്തകളുടെ പ്രാരംഭ നാളുകളിൽ സജീവ പ്രവർത്തനം നടത്തി. സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിൽ മാതാപിതാക്കൾ നടത്തിയ ഇടപെടലുകൾ സുഗതകുമാരി ടീച്ചറെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. പിതാവിൻ്റെ കവിത്വവും സാമൂഹ്യ പ്രവർത്തനങ്ങളും ദേശസ്നേഹവും സുഗതകുമാരിയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു.
1960 മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച മുത്തുച്ചിപ്പി എന്ന കവിതാ സമാഹാരമാണ് സുഗതകുമാരിയുടെ ആദ്യ കവിത. അതിനും പിന്നാലെ പാതിരാപ്പൂക്കൾ, പാവം പാവം മാനവഹൃദയം, പ്രണാമം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധയെവിടെ, ദേവദാസി, മണലെഴുത്ത്, അഭിസാരിക, സുഗതകുമാരിയുടെ കവിതകൾ, മേഘം വന്നു തോറ്റപ്പോൾ, പൂവഴി മറുവഴി, കാടിന് കാവൽ തുടങ്ങി ധാരാളം കൃതികൾ മലയാള സാഹിത്യത്തിന് ആ തൂലികയിൽ നിന്നും ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, ബാലസാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തുടങ്ങിയ അനേകം പുരസ്കാരങ്ങൾ നൽകി സാഹിത്യ സദസ്സ് നമ്മുടെ സാംസ്കാരിക ലോകം സുഗതകുമാരി ടീച്ചറെ ആദരിച്ചിട്ടുണ്ട്. മലയിടിക്കുന്ന തീയെറിയുന്ന കൈകളെ, വളരെ വൈകിപ്പോയി കാലം. അറിയുവിൻ മുറിവേറ്റ ശൈലങ്ങൾ നമ്മൾക്ക് വറുതിയും മൃതിയും വിധിക്കുമല്ലോ. ചൂട് പൊറാഞ്ഞു പൊരിയുമല്ലോ, ഇറ്റു ദാഹജലത്തിനായി കേഴുമല്ലോ. അല്ലായെങ്കിൽ ഭാവം പകർന്നീ ഗിരിനിര, കല്ലും മരവും പ്രളയവുമായി അന്ത്യപ്രഹരമായി തീർത്തിറങ്ങവേ. നൊന്തു പായുന്നതെങ്ങോട്ടു നമ്മൾ. 2014 ടീച്ചറുടെ ഈ വരികൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വരുന്നത്. മഹാപ്രളയത്തെ മുഖാമുഖം കണ്ട് കവികൾ ദീർഘദൃഷ്ടികളും ക്രാന്തദർശികളുമാണ്. ആ അർത്ഥത്തിൽ ഋഷിതുല്യയായ കവിയായിരുന്നു സുഗതകുമാരി. സൈലന്റ് വാലി ഇന്നും പച്ചപുതിച്ച് നിൽക്കുന്നതിലും ആറന്മുള കോൺക്രീറ്റ് കാടാകാതെ തുടരുന്നതിന് പിന്നിലും ടീച്ചറുടെ അചഞ്ചലമായ ബോധ്യങ്ങൾക്ക് പങ്കുണ്ട്. പരിതസ്ഥിതിയെക്കുറിച്ച് കേവലം കവിത രചിക്കുക മാത്രമല്ല, അട്ടപ്പാടിയിലെ മൊട്ടക്കുന്നിനെ കൃഷ്ണവനമാക്കി മാറ്റിക്കൊണ്ട് പറയുന്നത് പ്രവർത്തിച്ച് കാണിക്കാനും അവർക്കായി. കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ എന്ന് തുടങ്ങി മലയാളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരി എന്നുവരെ നിരവധി വിശേഷണങ്ങൾ അവർക്കുണ്ട്. ഈ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന നിർമ്മലമായ വ്യക്തിത്വവും അതിൻ്റെ വിശുദ്ധിയും മലയാളി എക്കാലവും മറക്കാതെ മനസ്സിൽ കാക്കും. അത് തീർച്ച. സുഗതകുമാരി ടീച്ചർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഷീർ, തൃപ്പേക്കുളം. പറമ്പിക്കുളം. സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അല്പസമയത്തേക്കെങ്കിലും ഒരു വിടുതൽ മനുഷ്യന് ആവശ്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആളുകൾ വിനോദയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അങ്ങനെ മനസ്സിന് കുളിർമയും സന്തോഷവും തേടി യാത്ര ചെയ്യുന്നവരെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. സുധീറിന്റെ റിപ്പോർട്ട്, ക്യാമറയും എഡിറ്റിംഗും സൂരജ് വി. സുധീർ. സുഹൃത്തുക്കളെ, കേരള തമിഴ്നാട് അതിർത്തിയിൽ 285
സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന വനസമ്പത്താണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. കടുവകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത്. കാടിന്റെ മടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ വന്യമായ സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും നല്ല ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് പറമ്പിക്കുളം. പറമ്പിക്കുളത്തേക്ക് ഒരു യാത്ര. DJ on SKS. DJ on SKS. സത്യങ്ങൾ മറയില്ലാതെ വിളിച്ചു പറയാൻ ഷീബ ഷാജിയുടെ രചനയിൽ രാജീവെത്തുന്നു. കുതിരപ്പവൻ. കടത്തിന് മേലെ കടത്തില അമ്മയും അച്ഛനും കിടക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം കിട്ടിയിട്ട് എന്നാ നേടാനാ? ആ ഒരു ജീവിതത്തോടെ ആഗ്രഹമില്ല. എന്റെ അച്ഛൻ ചെയ്തതാ ശരി, എന്നാ അത് വേണ്ടെന്ന് വെച്ചതായിരുന്നു അതിൻ്റെതായ ശരി. ഞങ്ങൾക്കത് വേണ്ടായിരുന്നു. ഏതു കുറ്റകൃത്യത്തിലും എത്ര തെളിവ് നശിപ്പിച്ചാലും ആരും കാണാതെ ആരും അറിയാതെ ഒരു തെളിവ് ദൈവം അവശേഷിപ്പിച്ചിരിക്കും. അതൊരു സത്യമായി എന്നും ഉണ്ടാവുകയും ചെയ്യും. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് സഹായകമായി 28 വർഷം പല രീതിയിൽ പലരെയും സ്വാധീനിച്ച് തേച്ചു മാച്ചു കളയാൻ ശ്രമിച്ച ഒരു കുറ്റകൃത്യമായിരുന്നു സിസ്റ്റർ അഭയുടെ കൊലപാതകം. അതിനു പിന്നിൽ പ്രവർത്തിച്ച പല ഉദ്യോഗസ്ഥർക്കും സാക്ഷികൾക്കും പലതരം പീഡനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും കൂറുമാറി സമ്പന്നരായി മാറി. ഒരുപക്ഷെ കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കാൻ വർഷങ്ങൾ എടുക്കേണ്ടി വന്ന ഒരു കേസായിരിക്കും അഭയക്കൊല കേസ്. ചില സമയം എല്ലാ തെളിവുകളും പ്രതിക്ക് അനുകൂലമാകുമ്പോൾ ദൈവത്തിന് നേരിട്ട് തെളിവുകളുമായി ഹാജരാകേണ്ടി വരും. അന്ന് ദൈവത്തിന്റെ വഴി തെരഞ്ഞെടുത്ത വിശുദ്ധർ തന്നെ പാപം ചെയ്യുന്നത് കണ്ട് ദൈവത്തിന് നേരിട്ട് തെളിവിനായി എത്തേണ്ടി വന്നു. അതിന് ദൈവം തിരഞ്ഞെടുത്തത് അടക്കരാജു എന്ന ഒരു കള്ളനെയാണ്. എൻ്റെ ഈ അയൽക്കത്തും പെമ്പിള്ളാരുണ്ട്. അപ്പോൾ ഈ പെമ്പിള്ളാരിൽ നിന്ന് ആർക്കും ഒരു ദോഷം വരരുത്. എന്നേലും പറ്റിക്കഴിഞ്ഞാൽ ഇത്രയും വയസ്സ് വരെ വളർത്തിയിട്ട് പെട്ടെന്ന് അത് കാണാതെ പോകുമ്പോൾ തന്നെ ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് കിട്ടണം. അത് കിട്ടി. എനിക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കള്ളു കുടിക്കും. ഒരുപക്ഷെ ആരേറ്റെടുത്താലും പ്രലോഭനങ്ങളിൽ
വീണുപോകും എന്ന് കരുതിയിട്ടാവാം രാജുവിൽ ദൈവം അവതരിച്ചത്. കോടികളുടെ വാഗ്ദാനങ്ങളിലും ജീവന്റെ ഭീഷണിയിലും വഴങ്ങാതെ തന്റെ 3 സെന്റിൽ അടിയുറച്ചു നിന്ന അദ്ദേഹം അഭയെ കൊല്ലപ്പെട്ട ദിനം മുതൽ മോഷണം അവസാനിപ്പിച്ച് നീതിക്കു വേണ്ടി പോരാടി. ലോകം വിശുദ്ധരായി പ്രഖ്യാപിച്ചവർ പാപികളാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ലോകത്തിനു മുന്നിൽ കള്ളനായി അറിഞ്ഞ ഒരു മനുഷ്യൻ ദൈവത്തിന് തുല്യനായി ദൈവപുത്രൻ പിറന്ന ഈ ക്രിസ്മസ് കാലത്ത് വാഴ്ത്തപ്പെട്ടു. ഒരു യഥാർത്ഥ മനുഷ്യനെ ലോകത്തിന് കാണാൻ കഴിഞ്ഞു. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി മോഷിക്കപ്പെടേണ്ടി വരുന്ന ഒരു മനുഷ്യനിൽ 28 വർഷങ്ങൾ മാറാതെ നിറഞ്ഞ നീതിബോധം. ഇഷ്ടംപോലെ വന്നു, ഇഷ്ടംപോലെ ആൾക്കാർ വന്നു. എനിക്ക് കോടികളാണ് എനിക്ക് ഓഫർ ചെയ്തവരുണ്ട്. ഞാൻ ആരെയും ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. 1 രൂപ പോലും എനിക്ക് വേണ്ട. ഞാൻ ഇപ്പോഴും കോളനിക്കകത്താണ് കിടക്കണേ, 3 സെന്റ് സ്ഥലത്തിനകത്ത് കിടക്കണേ. ഒരു ഭീഷണിയിലും പതറാത്ത ധൈര്യം, പ്രലോഭനങ്ങളിൽ ചാഞ്ചാടാതിരുന്ന മനസ്സ്, അതെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മനുഷ്യത്വം മരവിച്ചു തുടങ്ങിയ ഈ കാലത്ത് മനുഷ്യനിൽ മനുഷ്യത്വത്തിന്റെ അവശേഷിപ്പുകൾ കാണിച്ചു തന്ന അടക്കി രാജു എന്ന മനുഷ്യനിരിക്കട്ടെ ഓർമ്മക്കൂടിന്റെ ഈ ആഴ്ചയിലെ കുതിരപ്പവൻ. Ni sat sa sat ni sa ni sa ni sat sa ni sa ka sa ni pa ni sa ni ka ni sat sa sat ni sa ni sa ni sat sa ni sa ka sa ni pa ni sa ni ka ni sa വാർ കുഴലി നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമല ചാർത്തുകയായി ആശകളിൽ തേനലയായി തുള്ളി തുള്ളി എൻ്റെ ഉള്ളും പാടുകയായി അഞ്ജനമെഴുതും നിൻമിഴിയോ ആലിനുറിതളോ കഞ്ചുകമുലയും തമ്പുരുവോ കണ്ണനുടക്കുഴിയോ താരമ്പൻ ശ്രുതി ചേർക്കും താരുണ്യം തിരനോക്കും നാടും പാടുന്നു തത്തും തത്തും പാടി വരും വണ്ടുക്ക് സെന്തേൻ തந்துவிடும் வெண்பூக்கள் கொஞ்சம் பாட வரும் பெண்ணுக்கு சந்தம் தந்துவிடும் மைனாக்கள் வெண்பா பாடி வரும் வண்டுக்கு செந்தேன் தந்துவிடும் வெண்பூக்கள் கொஞ்சம் பாட வரும் பெண்ணுக்கு சந்தம் தந்துவிடும் மைனாக்கள் வெண்பா மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும் மார்கழி பூவே ഉന്മടി മേലെ ഒരിടം വീണ്ടും. കേരളത്തിന്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് സ്വപ്ന തയ്യാറാക്കിയ റിപ്പോർട്ട്. എഡിറ്റിംഗ് ശ്രീരാഗ്. നമസ്കാരം. എല്ലാവർക്കും വെക്കേഷനായല്ലോ. അപ്പോൾ അവധി ദിനങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി കുട്ടികളെയും കൊണ്ടു പോകാൻ പറ്റിയ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി അതിരപ്പിള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതമാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. ഏതാണ്ട് 24 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ ജലപാതം ചാലക്കുടി പുഴയിലാണ്. വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെ വാസസ്ഥലവുമാണ് ഇവിടം. അതിരപ്പിള്ളി ജലപാതത്തിന് ഇരുപാർശ്വങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന നിബിഡ വനങ്ങൾ അപൂർവ ജൈവസമ്പത്തിന്റെ കലവറയാണ്. അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് അനിശ്ചിതാവസ്ഥയിലാണ്. വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നു. വേഴാമ്പൽ,
വാനമ്പാടി തുടങ്ങിയ നിരവധി പക്ഷികളുടെയും ആന, കടുവ, സിംഹവാലൻ, കുരങ്ങൻ തുടങ്ങിയ ജന്തുക്കളുടെയും വിവിധ ഇനം ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പിള്ളി. സംവിധായകൻ മണിരത്നത്തിൻ്റെ രാവൺ എന്ന സിനിമയുടെ പ്രശസ്തമായ സംഗീതരംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ്. ബഹുഭാഷാ ബിഗ് ബജറ്റ് ചിത്രമായ ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങൾ അതിരപ്പിള്ളിയിൽ ചിത്രീകരിച്ച് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ വിപുലീകരിച്ചവയാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഈ വിനോദസഞ്ചാര മേഖല 10 മാസത്തിനു ശേഷം തുറക്കുമ്പോൾ സഞ്ചാരികൾക്ക് ആഹ്ലാദത്തോടൊപ്പം ആശങ്കയും. സന്ദർശനത്തിനായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയതും സന്ദർശനത്തിന് ഇഷ്ടപ്പെട്ട സമയം തിരഞ്ഞെടുക്കാം എന്നതും സഞ്ചാരികൾക്ക് സഹായകമായി. www.adirapillivaazhachal.com എന്ന വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകും. ഈ ടിക്കറ്റുമായി പ്രവേശന ടിക്കറ്റ് കൗണ്ടറിലെത്തി പണമടച്ച് ടിക്കറ്റ് എടുക്കണം. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന 5 ഷിഫ്റ്റുകളായാണ് സഞ്ചാരികൾക്ക് പ്രവേശനം നൽകിയത്. ഇതോടെ തിരക്ക് കുറക്കാനും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനും ആകും എന്നാണ് കരുതുന്നത്. ഷിഫ്റ്റ് സമയത്ത് ഓൺലൈൻ ബുക്കിംഗ് വഴി സഞ്ചാരികൾ ഇല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നേരിട്ടെത്തിയും ടിക്കറ്റ് എടുക്കാം. അതിരപ്പിള്ളിയിൽ ജനങ്ങൾ കൂടുതൽ സമ്പർക്കത്തിലുള്ള ഭാഗങ്ങൾ ഇടയ്ക്കിടെ അണുവിമുക്തമാക്കും. സഞ്ചാരികൾക്ക് കുടിക്കാൻ ചൂടുവെള്ളവും ലഭ്യമാക്കും. കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് വനസംരക്ഷണ സമിതി അംഗങ്ങളും വനപാലകരും ജോലി ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഗഡിയും ചോട്ടവും ഒരുക്കുന്ന ഒരു ഗാനം. ആരോ കഥകിനു തട്ടി, ഞാനൊന്ന് ഞെട്ടി, വീണ്ടും തട്ടി. ആരാ? ഞാനാ. എന്താ? തുറക്ക്. എന്തിനു വന്നു? പാടി ഇറക്കാൻ. അയ്യോ, ഈ ശബ്ദം എനിക്കറിയാലോ. ഞാനാ, അയലത്തെ സരളയുടെ മോളാ. സരളയുടെ മോളെ എന്താ ഇവിടെ? ചേട്ടനെ കാണാൻ. കഥക് തുറക്ക്. എന്റെ ഓട്ടെ തമ്പൂരാനെ, ഇത്ര വേഗം വിളി കേട്ടോ. എന്നെ പാടി ഉറക്കാനരികിലൊരു അഴകിയ സുന്ദരി ഇതുവഴി വന്നു. ഞൊടിയിൽ ഞാൻ ആ കഥക് തുറന്നു, അടിപിടി നോക്കി മനസ്സു തളർന്നു. സരളയുടെ മോളെ, പൊന്നിന്റെ കരളെ, കാലിന്റെ അടി എന്താ നിലത്തുറയ്ക്കാത്ത? അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്ക്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഞാനൊരു വടയക്ഷി ഇതുവഴി പോയപ്പോ ചുമ്മാ കേറിയതാ. പാലകൾ പൂത്തില്ലേ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോവിഡ് എന്ന മഹാമാരി പല മേഖലകളെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഉത്സവങ്ങളും പെരുന്നാളും പൊതുപരിപാടികളും ഇല്ലാത്തതുകൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോകുന്ന ചില കലാകാരന്മാരുണ്ട്. ജലജയുടെ റിപ്പോർട്ട്. രാജീവ് രാജൻ എഡിറ്റിംഗും മിസ്റ്റർ ഹൈപ്പർ വേനം ക്യാമറയും കൈകാര്യം നിർവഹിച്ചിരിക്കുന്നു. നമസ്കാരം. ഞാനിപ്പോഴുള്ളത് കുറ്റൂർ എന്ന സ്ഥലത്താണ്. തൃശ്ശൂർ ജില്ലയിൽ വിയ്യൂരിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുറ്റൂർ. തൻ്റെ കരവിരുതുകൊണ്ട് മികവ് തെളിയിച്ചിട്ടുള്ള ഒരു ശില്പിയെയും അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളെയും നേരിട്ട് പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആൽബി എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. ആൽബി നമസ്കാരം. ഓർമ്മക്കൂടി ന്യൂസിലേക്ക് സ്വാഗതം. ആൽബി, ഈ മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടായിരിക്കും? ഇപ്പോൾ ഒരു 5 കൊല്ലം ആയിട്ടുള്ളൂ. അതെ. ഇപ്പോൾ ഇത് മോൻ എവിടെ നിന്നാണ് പഠിച്ചത്? എൻ്റെ അപ്പൻ്റെ വേറെ ഫൈൻ ആർട്സ് കോളേജ് അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പനിത് മുന്നേ ഇതൊരു തൊഴിലായിട്ട് അങ്ങനെയാണോ? അല്ല, ഞങ്ങൾ ഇവിടുത്തെ പെരുന്നാൾക്ക്, കൊട്ടയാട് പെരുന്നാൾക്ക് ചെയ്ത് ശീലിച്ചതാണ്. അത് പിന്നെ ഇങ്ങനെ ആക്കി എടുത്തു മാത്രം. ഇവിടെ ഈ പെരുന്നാൾക്ക് കുടമാറ്റം ഉണ്ടാവാറുണ്ട്, തൃശ്ശൂർ പൂരം പോലെ. അപ്പം അതിന് ഇങ്ങനെ തർമോളം ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ കത്തിച്ച് കളയാ പരിപാടി.
അത് പിന്നെ ഇങ്ങനെ ഫൈബറിലേക്ക് മാറ്റി ഇങ്ങനെ ആക്കി തുടങ്ങി. ഏതെല്ലാം ഇപ്പോൾ രൂപങ്ങളാണ് ഇവിടെ രൂപകൽപ്പന ചെയ്യണത്, നിർമ്മിക്കുന്നത്? അങ്ങനെ ഇന്നതൊന്നും ഇല്ല, കിട്ടുന്ന വർക്കുകൾ എല്ലായിടത്തും ചെയ്യും. മെയിനായിട്ട് ഏതാണ് ഉണ്ടാക്കുന്നത്? ആനയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയാണ് ഇവിടെ. പിന്നെ വേറെ രൂപങ്ങൾ പിന്നെ ഏതൊക്കെയാണ്, ഒരു വിധം ഒന്ന് പറയാമോ? അങ്ങനെ മത്സ്യകന്യ, ഒട്ടകം, ഡൈനോസർ, അങ്ങനത്തെ അല്ലറ ചില നല്ല സാധനങ്ങളും ഇന്നതൊന്നും പറയണമെന്നില്ല. ആൾക്കാരുടെ താല്പര്യം പോലെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുന്നു മാത്രം. ഇത് നമ്മൾ നിർമ്മിച്ചു കൊടുക്കൽ മാത്രമാണോ, അത് നമ്മൾ വാടക അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യും? വാടകയ്ക്കാണ് ഏറ്റവും കൂടുതൽ വാങ്ങണത്, വിൽക്കണത് കുറവാണ്. കാരണം പൈസ എല്ലാവർക്കും താങ്ങില്ല, പൈസ ചിലവ് കൂടുതലാണ് ഫൈബറിലാവുമ്പോൾ. അപ്പോൾ അത് വാടകയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോവുക. ആദ്യം തെർമോകോളിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ വർക്ക്? തെർമോളുമായിരുന്നു, പിന്നെ അത് മണ്ണിലേക്ക് ആക്കിയിട്ട് മണ്ണുമെന്ന് ഫൈബറിലേക്ക് അച്ചാക്കലായി, എന്നിട്ട് അതൊന്ന് പീസ് വീട്ടാണ് ചെയ്യാറ്. അതിന്റെ ഡൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കണല്ലോ, ഡൈ വെച്ചിട്ടല്ലേ വെച്ചിട്ട്. അതൊക്കെ നമ്മൾ എവിടെയോ അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ ഫൈബർ മെറ്റീരിയൽ ഡൈന് ഉപയോഗിക്കണത്. അത് കളിമണ്ണിമ ആദ്യം ഫൈബർ ആക്കി പ്ലാഞ്ച് വെച്ച് സെറ്റ് ചെയ്യുന്നു, അത് അടർത്തെടുത്താൽ അത് അച്ചായി, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഫൈബർ കോട്ട് ചെയ്യുമ്പോൾ ആ പീസ് വീണ്ടും അതുപോലെ തന്നെ വരും. ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ഇവിടെ കുറുക്കഞ്ചേരി, തൃശ്ശൂർ കുറുക്കഞ്ചേരിയിലുണ്ട്, മണ്ണൂത്തിയിലുണ്ട്, രണ്ടിടത്തൊന്നും കിട്ടും. പിന്നെ നമുക്കിപ്പോൾ ചോദിക്കാനായിട്ട് ഇവിടെ ഒരെണ്ണം ഇൻകംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ട്, നമ്മൾക്ക് ഇവിടെ കണ്ടു. അത് നമുക്ക് ഇപ്പോൾ ഈ COVID-19 കാരണം കൊണ്ടാണോ ഇതൊക്കെ? അത് കുറെ മുടങ്ങി കിടക്കണം, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അത് ഓർഡർ കിട്ടിയതായിരുന്നു? അത് പാർട്ടിക്കാർക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അവരുടെയും വർക്ക് ക്യാൻസലായി. അപ്പം എല്ലാം കൊണ്ടും ഡിമ്മായി. അപ്പം അത് അവിടെ കിടന്നു. വലിയ വർക്കും വരുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ ഇങ്ങനെ കൊടുക്കും, ആ സ്ഥലം മെനക്കെട്ട് പോകും. ഇതിപ്പോ എത്ര ഒറ്റയ്ക്കല്ല ചെയ്യുന്നുണ്ടാവുക അറിയാം, ഹെൽപ്പേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? അതെ, ഞങ്ങളെ ഈ പിള്ളേരുടെ ഒരു കുറച്ച് ഫ്രണ്ട്സിന്റെ അങ്ങനെ പേര്, അങ്ങനെ ലൈജോ, ബിജോ, ഡെന്നി, സുധി, സിഡി, അങ്ങനെ 4-5 പേരുണ്ടാവാറുണ്ട്. അത് പിന്നെ എല്ലാവർക്കും ഒഴിവുള്ളപ്പോൾ നോക്കല്ലേ, ആർക്കെപ്പോഴും ഒഴിവ് വരണമെങ്കിൽ എല്ലാവരും വന്ന് അങ്ങോട്ട് മാറി മാറി ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ COVID-19 കാരണം നമുക്കിതൊരു പ്രതികൂല സാഹചര്യമാണല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ നീ തരണം ചെയ്യണത്? അതായത് നമുക്കൊരു ഫാമിലി ഒക്കെ ഉള്ളതാണല്ലോ. അല്ല, ഈ പണി മാത്രമല്ല, എല്ലാ പണിക്കും വെൽഡിങ് പണിയുണ്ട്, ഡ്രസ് വർക്കിനാണ് മെയിനായിട്ട്. ആദ്യത്തെ പണി എൻ്റെ ഡ്രസ് വർക്കായിരുന്നു. ഇപ്പം അത് സബ്ബായിട്ട് ഇത് മെയിനായിട്ട് കൊണ്ടുനടന്നത്. ഇപ്പോൾ ഇത് സബ്ബായി, അത് മെയിനായിട്ടായിരുന്നു മാത്രം. ഇപ്പം ഈ ക്രിസ്മസ് വന്നപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചില്ലറ ഓട്ടങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് അങ്ങനെ പോകുന്നു. നമുക്കിപ്പോൾ ഇതിന് ഒരു എത്ര അടി മുതൽ എത്ര അടി വരെയുള്ള നമുക്ക് ഓരോ രൂപങ്ങളും ഉണ്ടാക്കുന്നുണ്ട്? ഇപ്പോൾ ഒരു ആനേനെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ആനയുടെ ഇപ്പോൾ എത്ര വലിപ്പമുള്ള ആനേനെ വരെ ഉണ്ടാക്കുന്നുണ്ട്? 10-11 അതാണ് ഒരു ടോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ അല്ലേ? അതും വിട്ടുണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. സാധാരണ ഒരു ലെവല് 10-11 അടിയാണ് ആനകളുടെ ലെവല് വരണം. ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇതിപ്പോൾ കൊണ്ടുപോകണം? വാടകയ്ക്ക് എടുക്കുക? പൂരങ്ങൾക്കും എക്സിബിഷൻ ഹാളുകൾക്ക്, പിന്നെ ഈ കടകൾ ഉദ്ഘാടനം, പിന്നെ ഈ കടകളിൽ ക്ലബ്ബുകാർ ക്രിസ്മസിനും ഓണത്തിന് ഇതിനപ്പടിയായിട്ട് ക്ലബ്ബുകാർ മത്സരിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്ക് അത് വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകാറ് കൂടുതൽ. പിന്നെ പരിപാടി എന്നുള്ളതൊന്നുമില്ല. സെയിലായിട്ട് അധികം നടന്നിട്ടില്ല. ഇല്ല, സെയിലിന് അധികം നോക്കിയിട്ടില്ല. അതാണ് മെയിനായിട്ട്. കൂടുതൽ വാടകയ്ക്കാണ് പോകാറ്. സെയിലാകെ 2-3 പോയിട്ടുള്ളൂ. അതും ഞാൻ പറഞ്ഞില്ലേ, 10,000-70,000 ഒരു മീഡിയം റേഞ്ച് തൊട്ട് തുടങ്ങും. അത് എല്ലാവർക്കും താങ്ങണമെന്നില്ല. അപ്പം എല്ലാവരും കൂടുതലും ഈ 10 രൂപയ്ക്ക് വാടകയ്ക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര റേറ്റ് വരും അതിന്? അത് അടിക്കണക്കും. അതായത് ഒരു ആനയ്ക്ക് ഇപ്പോൾ ഇവിടെയുള്ള വലിയ ആനയ്ക്ക് 10 അടിയാണ് ഹൈറ്റ്, ഒരു 10,000 അടിക്ക് 1000 രൂപ വെച്ചിട്ട് അതിന് ഓരോന്നിനും അതിൻ്റേതായ ഒരു വേഗം കണക്കാക്കിയിട്ടാണ് റെൻറ്റ് പറയുക. ഒരു നിശ്ചിത റേറ്റ് അല്ല. പിന്നെ ഇപ്പോൾ ശിവലിംഗം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എങ്ങനെ, അതിൻ്റെ അച്ചുകളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി? സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അത് ഇതേപോലെ തന്നെ ഒരു സ്ഥലത്തേക്ക് വർക്ക് പറഞ്ഞുണ്ടാക്കിയത്. ആ തുമ്പികൈ ഉയർത്തിക്കുന്ന ഐരാവതം പോലെ നിർത്തണമായിരുന്നു. അത് ആ ശിവലിംഗത്തിലേക്ക് വെള്ളം ചീറ്റണ പരിപാടിയായിരുന്നു, 2 തുമ്പികൈ. അത് ആ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ പരിപാടി കഴിഞ്ഞപ്പോൾ അത് നമുക്ക് തന്നെ അവർ തരും. അതിന് കൂടുതൽ പൈസ നമ്മൾ പറയും, കാരണം ആ ഒരു വർക്കിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യണതാണ്. അതെടുത്താണ് 1 ലക്ഷത്തിന് നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ സാധനം നമുക്ക് തന്നെ തരും. പിന്നെ അത് വാടകയ്ക്ക് കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അതായത് പുതിയ വർക്ക് കിട്ടണത് നമ്മൾ നല്ല റേറ്റിന് എടുക്കുന്നു.
അതിൽ ആ പൈസ മുതലും പിന്നെയുള്ളത് നമ്മൾ വാടക കൊടുത്തിട്ട് നമ്മുടെ വരുമാനം അതും വന്ന് കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ ഇത്രയും 10 അടി ഉയരമുള്ള ഒരു ആന എന്നല്ലേ പറഞ്ഞത്, അതിനൊക്കെ നമുക്കിപ്പോൾ ഏകദേശം എത്ര എക്സ്പെൻസ് വരും? ഒരു 3 ലക്ഷത്തോളം എങ്ങനെയാലും പോകും. ഇത് സാധാരണയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെറിയതൊക്കെ അവിടെ കണ്ടിരുന്നു, അതിനൊക്കെയും അതായത് ഒരു അടിപ്പടിയാണെങ്കിൽ ഒരു 1000 രൂപയിൽ ഒതുങ്ങും. ഒരു 7 അടിപ്പടിയാണെങ്കിൽ ഒരു 70, 65 ആ റേഞ്ചിൽ നിൽക്കും. അത് ചിലപ്പോൾ ചില സമയത്ത് കെമിക്കലിന് വില കൂടുന്നതനുസരിച്ച് റേറ്റ് മാറ്റങ്ങൾ വരുന്നു മാത്രം. എന്നാലും ആവറേജ് 70, 65 ആ റേഞ്ച് പിടിക്കും. അത് ആ വലിപ്പത്തിനും അതിൻ്റെ അതും നോക്കിയിട്ടാണ് റേറ്റ് പറയുക. അല്ലാതെ ഫിക്സഡ് റേറ്റ് എന്ന് പറയാനുള്ളതില്ല. ചിലപ്പോൾ ഈ മാസത്തെ റേറ്റ് ആവില്ല അടുത്ത മാസം വരുമ്പോൾ ചെറിയൊരു വാല്യൂ മാറ്റം വരും. ആൽബിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓർമ്മക്കൂടൊരുക്കുന്ന നാട്ടുപാട്ട് മത്സരത്തിന്റെ വിധികർത്താവിനെ തീരുമാനിച്ചു. വേലൂരിലെ പ്രശസ്ത ഗായകൻ അജിത് കൈലാസാണ് നാട്ടുപാട്ട് മത്സരത്തിന്റെ വിധികർത്താവ്. വെൺതാരം പൂമിഴി ചിമ്മി മന്ദം മന്ദം മായുമ്പോൾ ഇന്നീ പുരയിൽ പൂമഞ്ചം നിന്നെയുറക്കാൻ ഞാൻ വിരിക്കും. സ്വപ്നം കണ്ടൊരു പൂവിരിമാറിൻ പുഷ്പതലത്തിൽ ഞാനുറങ്ങും. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു നീ നിന്റെ കാതിൽ പറഞ്ഞു. ഇനി ഓർമ്മക്കൂട് നാട്ടുപാട്ട് മത്സരത്തിന്റെ സ്പോൺസർമാരെ പരിചയപ്പെടാം. രാജീവിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അടുത്തത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 നഷ്ടങ്ങളിലേക്ക് ഒരു പേര് കൂടി ഈ ക്രിസ്മസ് നാളിൽ ചേർക്കപ്പെടുകയുണ്ടായി. അനിൽ നെടുമങ്ങാട് എന്ന അതുല്യ കലാകാരനുണ്ട്. അടുത്തിറങ്ങിയ സൂപ്പർ ഹിറ്റായ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ അനിലിൻ്റെ കഥാപാത്രം മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചതാണ്. അനിലിൻ്റെ വിയോഗം മലയാള സിനിമ ലോകത്തിനും നടുക്കമുളവാക്കി. അനിലിന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആദരാഞ്ജലികൾ. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാൻ തന്നെ അണിയറയിൽ പ്രവർത്തിച്ച് ഞാൻ തന്നെ അരങ്ങത്ത് വന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം. ഇതേ പേരിൽ തന്നെയുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിമേക്കാണ് ഇത്. ശ്രദ്ധിക്കുക. In this time and age, we all have an addiction. Some have an addiction to alcohol, drugs, food. But there's one addiction that we all have in common. Many probably don't want to admit it. Many deny it. But we all have it. And I don't really need to say what it is. You can just see and know what it is. Can you remember what you used to do in the morning before checking it? Before you had a smartphone? Can you remember what you did when you were standing in line before you had a cell phone? Can you remember what you did before you went to bed, before you had a phone? Just sit and think about that for a moment.
to cure my addiction and free my mind. വർണ്ണത്തേരിലേറി നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. അശാന്തിയുടെ പ്രളയജലത്തിനും മഹാമാരികൾക്കും മുകളിലൂടെ പറന്നെത്തുന്ന സ്വപ്നങ്ങളിലൂടെ നമുക്കൊരുമിച്ച് പുതുവർഷത്തെ പുൽകാം. എല്ലാവർക്കും ഓർമ്മക്കൂടിന്റെ പുതുവത്സര ആശംസകൾ. ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഹലോ, ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹവാർഷികം. ഏതാ കുരങ്ങൻ?